തിരുവനന്തപുരം നരുവാമൂട്ടിൽ ആനയുടെ ആക്രമണത്തിൽ പാപ്പാൻ കൊല്ലപ്പെട്ടിട്ട് ഏതാനും ആഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ. രാത്രിയിൽ ആനയ്ക്ക് പട്ടയിടാൻ പോയ മൊയ്തീൻ എന്ന പാപ്പാനെയാണ് ഉണ്ണിക്കുട്ടൻ എന്ന ആന ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. ആനകൾ വെറുതെ നിൽക്കുമ്പോൾ രാത്രിയും പകലും ഭക്ഷണം കഴിക്കുന്നൊരു ശീലമുള്ളതിനാൽ അവനാവശ്യമായ പട്ടയിടാൻ പോയപ്പോഴാണ് ആന ആക്രമിച്ചത്. പക്ഷേ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലെത്തിയപ്പോൾ പല മൃഗസ്നേഹികളും സന്തോഷിക്കുന്നത് കണ്ടു. ആനയെ ക്രൂരമായി മർദ്ദിച്ച ഒരു പാപ്പാൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന് വിശേഷണം ചാർത്തി നൽകി. ആ വാർത്ത കണ്ട സാധാരണക്കാരായ ആൾക്കാർ പോലും തെറ്റിദ്ധരിച്ചു കാണും ക്രൂരനായ ഒരു പാപ്പാൻ കൂടി കൊല്ലപ്പെട്ടു എന്ന്. സത്യത്തിൽ ആ സംഭവം നടക്കുന്ന ദിവസം രാത്രിയിൽ ആനയ്ക്ക് പട്ടയിട്ട് കൊടുക്കാൻ പോയ മൊയ്തീൻ എന്ന പാപ്പാന് ആന അറിഞ്ഞുകൊണ്ടല്ല ആക്രമിച്ചത്. കാരണം ആനയും പാപ്പാനും തമ്മിൽ ഒരിക്കലും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് രണ്ടാം പാപ്പാന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ആനയെ അകാരണമായി മർദ്ദിക്കുന്നൊരു പാപ്പാൻ അല്ലായിരുന്നു മൊയ്തീൻ. രണ്ടാം പാപ്പാൻ വിഷ്ണുവിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത് അന്ന് രാത്രിയിൽ പട്ടയിട്ട് കൊടുക്കാൻ പോകുന്ന സമയത്ത് പട്ടയിൽ ചവിട്ടി മൊയ്തീൻ ആനയുടെ മുന്നിലേക്ക് വീഴുകയായിരുന്നു. രാത്രിയിൽ പെട്ടെന്ന് മുന്നിലേക്ക് ഒരാൾ വീഴുമ്പോൾ ആന പേടിക്കുകയും ആക്രമിക്കുകയും ചെയ്തു കാണണം. അല്ലാതെ അദ്ദേഹത്തെ ആക്രമിക്കുവാൻ യാതൊരുവിധ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് രണ്ടാം പാപ്പന്റെ വാക്കിൽ നിന്നും മനസ്സിലാകുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തിയേകാൻ ജഗദീശനോട് പ്രാർത്ഥിക്കാം.